അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോൺസ്റ്റർ എന്ന മൂവിയുടെ പരാജയത്തിന് ശേഷം സ്വന്തമായി റീബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി വൈശാഖും തന്നിലെ നടനെ മാറ്റി നിർത്തി സ്റ്റാറിനെ പുറത്തെടുത്തുകൊണ്ട് മമ്മൂട്ടി മുന്തിക്കുന്ന ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി മൂവിയാണ് ടർബോ. ഇരുവരുടെയും ശ്രമം എന്നിലെ പ്രേക്ഷകനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിയെന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. ഇടുക്കിയിലെ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനായ ടർബോ ജോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈയിൽ എത്തിപ്പെടുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളെ ഒരു ആക്ഷൻ കോമഡി ജോണൽ പാക്ക് ചെയ്ത് അവതരിപ്പിക്കാനാണ് മിഥുൻ മാനുവൽ തോമസ് തന്റെ സ്ക്രീൻ പ്ലേയിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടിയോടൊപ്പം ബിന്ദു പണിക്കർ, അഞ്ജന, നിരഞ്ജന, ശബരീഷ് ശർമ്മ, ദിലീഷ് പോത്തൻ എന്നിവർ വേഷപ്പെടുന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രമായ വെട്ടിവേൽ ഷൺമുഖസുന്ദരമായി കന്നഡ താരം രാജ്ബി ഷെട്ടി, അതോടൊപ്പം ഓട്ടോബില്ലയായി തെലുഗു താരം സുനിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടർ ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ടെംപ്ലേറ്റ് മാസ് മസാല മൂവിയുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും സീരിയസ് ആയ ഒരു ക്രൈം പോർഷനും അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഇത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ട്രാക്കിൽ നിന്ന് മാറി സിനിമ കൂടുതൽ ടർബോ ജോസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചത്. ആദ്യ പകുതിയിൽ നാട്ടിൻപുറത്തെ പള്ളിപ്പെരുന്നാളും തല്ലും കുറച്ച് തമാശയുമായി പോയ സിനിമ ഇന്റർവെല്ലോടുകൂടി സീരിയസ് ട്രാക്കിലേക്ക് പോകുന്ന കാഴ്ചയും പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ചധികം സമയം സിനിമ ഡ്രാഗ് ആവുകയും എന്നാൽ അവസാനം 30 മിനിറ്റ് മുതൽ ക്ലൈമാക്സ് വരെ സിനിമ ട്രാക്കിലാവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിക്കും. പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ടർബോ ജോസിന്റെ അമ്മയായ റോസക്കുട്ടിയായി വന്ന ബിന്ദു പണിക്കർ ചെയ്ത ക്യാരക്ടറാണ്. കോമഡിയെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കുന്നതിനോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ വേഷം വളരെ കൺവിൻസിംഗ് ആയി തന്നെ അവർ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. ശബരീഷ് വർമ്മ ചെയ്ത ജെറി എന്ന ക്യാരക്ടർ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ പോലും സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഒട്ടും മോശമാകാതെ തന്നെ അദ്ദേഹം ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്തതായി എനിക്ക് തോന്നി. ഇതേപോലെ തന്നെ ചെറിയ സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും സിത്താരയായി വന്ന നിരഞ്ജനയുടെ പെർഫോമൻസും വളരെയധികം കൺവിൻസിംഗ് ആയി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ജോസിന്റെ കൂടെ സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അഞ്ജന ചെയ്ത ഇന്ദുലേഖ എന്ന ക്യാരക്ടർ. മുൻപ് ഒരുപാട് കണ്ടുപിടുത്ത ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒട്ടും മോശമാക്കാത്ത രീതിയിൽ തന്നെ അവർ അത് പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. വില്ലനായി വന്ന രാജ്ബി ഷെട്ടി കാം ആൻഡ് കമ്പോസ്റ്റ് വില്ലൻ എന്ന ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തതായി എനിക്ക് തോന്നി. അതോടൊപ്പം ഓട്ടോപില്ല എന്ന ക്യാരക്ടറിനെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ സുനിൽ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. അവസാനമായി 72ാമത്തെ വയസ്സിലും ഒട്ടും കോംപ്രമൈസ് ചെയ്ത് വളരെയധികം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ മമ്മൂട്ടി ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. സിനിമ പലപ്പോഴും താഴെ പോകുമ്പോഴും ടർബോ ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി സിനിമയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രാഫിയും ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും നല്ലതായെങ്കിൽ പോലും ഇടയ്ക്ക് അവർ യൂസ് ചെയ്ത കളർ ടോൺ അല്പം കല്ലുകടിയായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതിനെല്ലാം പുറമെ സിനിമയിലുടനീളം സ്റ്റാൻഡ് ഔട്ട് ആയിരുന്നത് ക്രിസ്റ്റോ സേവിയർ ചെയ്ത BGM മ്യൂസിക്കുമായിരുന്നു. ചേസിംഗ് സീക്വൻസിലും ആക്ഷൻ സീക്വൻസുകളും ക്ലൈമാക്സ് പോർഷൻസിലുമെല്ലാം വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളായി അദ്ദേഹം അത് കൈകാര്യം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഫീനിക്സ് പ്രഭു ചെയ്ത ആക്ഷൻ സീക്വൻസുകളിൽ ക്ലൈമാക്സ് ഫൈറ്റ് ഒഴിച്ച് ബാക്കിയൊന്നിലും മേക്കിങ്ങിനുള്ളൊരു പവർ ഫാക്ടർ തരാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ മുന്നേ ഇറങ്ങിയ സിനിമയായ മോൺസ്റ്റർ മൂലം ഉണ്ടായ ചീത്ത പേര് മാറ്റി പറയിക്കാൻ സാധിക്കുന്ന ഡയറക്ഷനും മേക്കിങ്ങും വൈശാഖിൽ നിന്ന് ലഭിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇൻ കൺക്ലൂഷൻ, സിനിമയുടെ ഹൈപ്പിനൊത്ത് വന്നില്ലെങ്കിൽ പോലും ഒട്ടും മോശമില്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ആവറേജ് അനുഭവമായാണ് ടർബോ എന്നിലെ പ്രേക്ഷകന് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അനുഭവം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.